ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമിയസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ ഇന്ന് നമ്മുടെ തൂതപ്പൂരം ആണ്. അപ്പോൾ ഇത്രയും നേരം അടുക്കളയിൽ കടന്ന് മല്ലിക്കെട്ടായിരുന്നു കേട്ടോ. നമുക്കിന്ന് കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബക്കാരും പിന്നെ കണ്ണേട്ടൻ്റെ കൂടെ പണിയെടുക്കുന്നവരും അങ്ങനെ കണ്ണേട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ടൊരു ബഹളമാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇതിൽ കുറേ പേര് വീഡിയോ എടുക്കുന്നതിനോട് എതിർപ്പുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും ഓണാക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആർക്കും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് നമ്മളവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ തറയബോധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മൂച്ചിത്തോട്ടത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പുറപ്പാടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ടൈം ഒരുപാട് വൈകിട്ടിട്ടായിരുന്നു. അവിടുന്ന് വേല പോന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ അതേ സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പീലിക്കുട്ടിയും കണ്ടിട്ട് നേരത്തെ പോയതുകൊണ്ട് തന്നെ പീലിക്കുട്ടിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വേല വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് 2 ആന ഉണ്ട് കേട്ടോ. പിന്നെ കൊട്ടുണ്ട്, പിന്നെന്താ മറ്റേ പൂക്കാവടിയില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം.
അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വേല അമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആനവേലയുടെ കൂടെ അധികം ലേഡീസൊന്നും അധികം പോവാറില്ല കേട്ടോ, കുറച്ച് പേരൊക്കെ പോവാറുള്ളൂ. നമ്മളൊക്കെ നേരെ ആദ്യം തന്നെ അമ്പലത്തിൽ പോയിരിക്കും, അമ്പലത്തിൽ മീൻസ് പൂരപ്പറമ്പിൽ പോയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറ് സാധാരണ. ആനവേലയുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ വേലകളൊക്കെ പാടെ വരുമല്ലോ, ആ ഒരു ടൈമിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അധികം അതുകൂടെ പോകുമ്പോൾ അധികം റിസ്ക് എടുത്തിട്ട് അങ്ങനെ ആരും പോവാറില്ല, കുറച്ച് പേരൊക്കെ അങ്ങനെ പോകും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ വേലയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാജുവേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറൽമണ്ണത്തെ വേലകളൊക്കെ വരുന്നത് കാണാമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വേലകളൊക്കെ ഒരു 5 ആനത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേല ബാക്കിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോഴേക്കും. പിന്നെ എൻ്റെ അനിയത്തിയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ അവിടെ കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ചു. മറ്റേത് നമ്മുടെ വേല മാത്രമാണല്ലോ കാണുന്നത്. ഇവിടെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാറൽമണ്ണത്തെ വേലകളൊക്കെ കാണാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 ആനത്തെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ അവിടെ മോരുമള്ളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എടുത്തമ്മ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും വന്ന് കുടിക്കുകയാണ്. ഇത് മെയിൻ റോഡാകും കൊണ്ട് തന്നെ കുറേ പേര് ഇത് കൂടെ പൂരത്തിന് പോകുമല്ലോ, പിന്നെ വേലയുടെ കൂടെയൊക്കെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാലത്ത് നല്ല ദാഹം ഉണ്ടാവും, പെരും ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ വന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി. എല്ലാവർക്കും അറിയുന്നുണ്ടാവും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക്. അപ്പോൾ അവിടെ അമലുണ്ട്. അപ്പോൾ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ പീലിക്കുട്ടി ഇങ്ങനെ അമലിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ്. ദിച്ചു ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ അമ്പലത്തേക്ക് പോവാത്തതിൻ്റെ ദേഷ്യത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ണേട്ടിന് കുറച്ച് കഴിഞ്ഞിട്ട് തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പീലിക്കുട്ടീനൊക്കെ എടുത്തിട്ട് ഈ ഒരു തിരക്കേക്ക് പോകാൻ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ കണ്ണേട്ടിനും കൂടെ ഉണ്ടാകാൻ സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ വേല അവിടെ എത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണേട്ടൻ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ്. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ വണ്ടി ഞങ്ങൾ കുറച്ച് ദൂരെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ അടുത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകണ ഒരു ഇതാണ് കേട്ടോ. പെരും തിരക്ക് എന്ന് പറഞ്ഞാൽ പെരും തിരക്കാണ് കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, പൂരം കണ്ട് കഴിഞ്ഞ് വരുന്നവരും പൂരം കാണാൻ പോകുന്നവരും ഒരു തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആനയ്ക്കതാ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. അവിടേക്കൊന്നും എത്തുക എന്നുള്ളത് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും തിരക്കാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ പീലിക്കുട്ടീനെ കൊണ്ട് ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോകണ്ടേ, നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമായിരുന്നു തിരക്കിയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ തിരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, കുടമാറ്റമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കാണുമായിരുന്നു. ഭയങ്കര തിരക്ക് വെച്ചാലും പോലെ ഭയങ്കര തിരക്ക് കേട്ടോ. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ട് ഫുള്ള് വയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങളിങ്ങനെ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ 4 പുറം തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ദിച്ചുവിൻ്റെ കംപ്ലൈൻറ്റ്, ദിച്ചുവിനൊന്നും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ കണ്ണേട്ടൻ കുറച്ച് നേരം അവനങ്ങനെ തോളിലൊക്കെ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ വലുതായിട്ടുണ്ടല്ലോ.
അങ്ങനെ കുടമാറ്റമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണ്. പോണ വഴി നമ്മൾ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗെയ്സ്. ഐസ്ക്രീം മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, തൊണ്ടവേദനയായിരുന്നു. പീലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാവക്കുട്ടീനെ വാങ്ങിച്ചു. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിലൊക്കെ നിറയെ ഈ കോട്ടൊരുമല്ലേ അത് വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല നമ്മളൊന്ന് നോക്കിയെടുത്തു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.